സാദിഖ് അലി തങ്ങളുടെ മേക്കെട്ടാണ്. സാദിഖ് അലി തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പെരുമാറുന്നു. ഞങ്ങളൊക്കെ വെറുതെ കുത്തിരിക്കുകയാണെന്നുള്ള ഒരു വിചാരവും ഒരുത്തനും വേണ്ട. സമയം വരുമ്പോ അതെല്ലാരോടോ പറയണത്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ വളരെ കൃത്യമായ നിലപാടുകൾ എടുത്ത് വളരെ കൃത്യമായി, അദ്ദേഹത്തിന് പരിമിതികളുണ്ട്, കാരണം പാണക്കാട് കുടുംബത്തിൽ നിന്നാണ്. ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അഴിച്ചിട്ട് ഞങ്ങളെ വർത്താനം ഏർപ്പാട് നിർത്തുള്ളൂ. എല്ലാവരോടാണ്, മുഖ്യമന്ത്രിയോട് മാത്രമല്ല. മനസ്സിലാണ്ടല്ലോ നിങ്ങൾക്ക്? ശരിക്കും മനസ്സിലാവുന്നുണ്ട്. സത്യത്തിൽ എന്താ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്? പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പെരുമാറുന്നു. എന്താ ഇതിൽ ഇത്ര പ്രശ്നം? മുസ്ലിം ലീഗ് എന്ന ജമാഅത്തെ ഇസ്ലാമിന്റെ അണ്ടറിലല്ലേ പോകുന്നത്? അപ്പൊ മുസ്ലിം ലീഗിനെ നയിക്കുന്നത് ആരാ? ഈ KM ഷാജിയെ പോലുള്ള, PK ബഷീറിനെ പോലുള്ള, MK മുനീറിനെ പോലുള്ള, PMA സലാമിനെ പോലുള്ള വഹാബിസത്തിന്റെ വക്താക്കളല്ലേ, മുജാഹിദുകൾ. അവരല്ലേ മുസ്ലിം ലീഗിനെ നയിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ സമസ്തയും ലീഗും മുജാഹിദും ആകെ കലക്ക സമാവാത്തിയായി ഔലും കഞ്ഞിയായിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുന്നത്. തിരിച്ചറിയണ്ടേ നമ്മളിത്? അപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. അതിൽ ഇങ്ങനെ പേടിപ്പിക്കാൻ ഇറങ്ങണോ ഷാജി? എന്താ പാണക്കാട് നിങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞാൽ? നിങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട് പിണറായി വിജയനെ പറ്റി? നിങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ട് ഇടതുപക്ഷ നേതാക്കളെ പറ്റി? പച്ചത്തെറി വിളിക്കുന്നില്ലേ ഈ KM ഷാജിയെ പോലുള്ള ആളുകൾ? പച്ച കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്നില്ലേ? എന്ത് തോന്നിയാസവും വിളിച്ചു പറയുന്നില്ല മൈക്ക് കിട്ടിയാൽ ഈ ഷാജിയെ പോലുള്ള ആളുകൾ? എന്നിട്ട് ആരെങ്കിലും നിങ്ങളെ മെക്കിട്ട് കയറും എന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ പിണറായി വിജയനെതിരെയും ഇടതുപക്ഷ നേതാക്കൾക്കെതിരെയും കേരളത്തിലെ മറ്റേത് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും എന്തും പറയാം. പാണക്കാട് തങ്ങൾക്കെതിരെ പറയാൻ പറ്റില്ല എന്നാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ രാഷ്ട്രീയപരമായ വിമർശനങ്ങൾ ഉയരും. ഇന്ന് ഈ നാടിനകത്ത് മനുഷ്യർക്ക് എല്ലാവർക്കും സംശയമുള്ള കാര്യം തന്നെയാണ്. സംശയമല്ല, ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ലീഗ് മുന്നോട്ട് പോകുന്നത് മൗദൂദികളുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന കാര്യം. അതിലെന്താ തർക്കമുള്ളത്? അത് പറഞ്ഞാൽ പിണറായി അങ്ങ് ചെത്തിക്കളയുന്നാണോ ഷാജി പറയുന്നത്? അത് പറയുന്നവരെ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. പാണക്കാട് തങ്ങളാണ്, തങ്ങളെ പറ്റി അങ്ങനെയൊന്നും പറയാൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല എന്നൊക്കെയാണെങ്കിൽ നിങ്ങളിപ്പോ തല്ലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ കാവി സ്ഥാനത്തിന് വേണ്ടിയിട്ട്. ആ കാവി മാത്രമായിട്ട് അങ്ങിരിക്കണം. രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാന്നും പറഞ്ഞ്, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാന്നും പറഞ്ഞ് അഭിപ്രായം പറയാൻ വരരുത്. കാവി മാത്രമായിട്ട് നിൽക്കണം. മതകാര്യങ്ങളിൽ മാത്രം അഭിപ്രായം പറയണം. അങ്ങനെ നിൽക്കുന്ന എത്ര പേരുണ്ട്? സെയ്ദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ, കാന്തപുരം ഉസ്താദ്, കോഴിക്കോട് കാവിമാർ, ഇവരൊക്കെ ഇല്ലേ? ഇവർക്കെതിരെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലോ അത് ലീഗാരാണ്. ഇപ്പൊ ജിഫ്രി മുത്തുക്കോയത്തങ്ങളെ മഹാപണ്ഡിതനല്ലേ, സമസ്തയുടെ അധ്യക്ഷനല്ലേ, അദ്ദേഹത്തെ സഖാവാക്കിയതും അദ്ദേഹത്തെ തെറി വിളിച്ചതും അദ്ദേഹത്തിനെതിരായി നിരന്തരം പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചതും ഒക്കെ ലീഗുകാരല്ലേ. കാന്തപുരം ഉസ്താദ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും നേതൃസ്ഥാനത്തേക്ക് വന്ന ആളല്ലല്ലോ. അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചത്, അദ്ദേഹത്തെ തെറി വിളിച്ചത്, അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ നിരവധി മനുഷ്യരെ കൊന്നുകളഞ്ഞത് ഒക്കെ ലീഗല്ലേ. അപ്പോ പാണക്കാട് തങ്ങളാണ് എന്ന് കരുതി വിമർശനങ്ങൾ ഉയർന്നു വരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഷാജി മനസ്സിലാക്കേണ്ടത്. ഇനി അങ്ങനെ വിമർശിക്കാൻ പാടില്ല എന്നാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങരുത്, കാവി മാത്രമായിട്ട് അവിടെ ഇരുന്നോണം എന്നാണ് പറയാനുള്ളത്. അത്രേ ഉള്ളൂ അതിന് മറുപടി. അതിൽ കൂടുതൽ പറയേണ്ട കാര്യമില്ല. പിന്നെ ഷാജി, ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പെരുമാറുന്നു എന്ന് മാത്രമാണ്. ഷാജി പറഞ്ഞതേ ഒരു വിവരമില്ലാത്ത ആളാണ് സാദിഖ് അലി തങ്ങൾ എന്നാണ്. കേട്ടില്ലെങ്കിൽ ഒന്ന് കേട്ടോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പ്രവാചകന് ശേഷം പ്രവാചകന്റെ ശിഷ്യഗണത്തിലെ മഹാപണ്ഡിതൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സമുദായത്തിന്റെ, രാജ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത ആദ്യത്തെ ഖലീഫയാകുന്നു.
രണ്ടാമത്തെ ഖലീഫ മരിച്ചു. മരിക്കുന്ന സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉണ്ട്. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഖലീഫയാകേണ്ടവരുടെ ലിസ്റ്റ് ഇട്ട 6 പേരിൽ അന്നത്തെ ഏറ്റവും വലിയ കരിമയുള്ള ഈ പണ്ഡിതന്മാരില്ല. എല്ലാത്തിനും അതിന്റെ സ്ഥാനമുണ്ട്. ഓരോരുത്തർക്കും നിർവഹിക്കാവുന്ന വലിയ വലിയ റോളുകളുണ്ട്. എന്നിട്ട് പരസ്യമായിട്ട് പ്രസംഗിക്കുകയാണ്. വാഫി വിഷയത്തിൽ എന്താ ചെയ്തത്, എന്താ ചെയ്യേണ്ടത്? കേട്ടല്ലോ. അതായത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാവുന്ന കാലത്ത് അതിനേക്കാൾ മഹാപണ്ഡിതന്മാരുണ്ട്. എന്ത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോശമായിരുന്നു? എന്താണ് ഈ ഷാജി പറഞ്ഞു വെക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്ന സമയത്ത് വലിയ വലിയ പണ്ഡിതന്മാർ ഇവിടെയുണ്ട്, പക്ഷെ അവരെ ഒന്നും ആക്കിയില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ആക്കി. എന്താ ഷാജി ഉദ്ദേശിക്കുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഇതൊന്നും അറിയില്ല എന്നാണോ? അദ്ദേഹത്തിന് അറിവില്ല എന്നാണോ? എന്തായാലും ഇങ്ങനെ പറഞ്ഞു വരുന്ന എന്താന്ന് വെച്ചാൽ, ഇന്ന് നിരവധി അറിവുള്ള പണ്ഡിതന്മാരുണ്ടെങ്കിലും സാദിഖ് അലി തങ്ങൾക്കാവാം അറിവില്ലെങ്കിലും. ഇതാണ് ആക്കിയ കാളിക്ക് അറിവുണ്ട്, വിവരമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം വിവരമില്ലാത്ത ആൾക്കും കാളിയാവാം, അറിവില്ലാത്ത ആൾക്കും കാളിയാവാം എന്നതിനെ തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ ഷാജി ആരാ ആലോചിക്കണ്ടേ നിങ്ങൾ? എന്നിട്ട് വാഫി വിഷയത്തിൽ എന്ത് ചെയ്തു? ചോദ്യ സമസ്തക്കാരെ ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ ഈ മുജാഹിദിനോട് എന്തിനാ സമസ്ത ഉണ്ടാക്കിയേ? ഈ പുത്തനാശയക്കാരെ എതിർക്കാൻ വേണ്ടിയിട്ടല്ലേ? ഇത്തിരി ഉളുപ്പുണ്ടെങ്കിൽ മുജാഹിദ് മൂരി ഷാജിയോട് ഞങ്ങളെ കാര്യത്തിൽ ഇടപെടണ്ട എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണ്ടേ? എവിടെ? ഇതുപോലുള്ള നാറികൾക്കെതിരെ സംസാരിച്ചാൽ ഉമർ ഫൈസി മുക്കത്തെ പോലുള്ള പണ്ഡിതന്മാർക്കെതിരെ കുരച്ചു ചാടാനും ആക്രോശിക്കാനും വലിയ ആവേശമാണ്. എന്നാൽ സമസ്ത എന്തിനുണ്ടായോ അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് സമസ്തയെ വ്യതിചലിപ്പിക്കാനും സമസ്തയെ തകർക്കാനും വേണ്ടിയിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ഷാജിമാരെയോ ഉണ്ടില്ല. നമ്മുടെ വിഷയം അതായിരുന്നില്ല. പാണക്കാട് തങ്ങളെ പിണറായി എന്തോ പറഞ്ഞു എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ആ മുസ്ലിം ലീഗ് തന്നെ ഇന്ന് മുന്നോട്ട് പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിർദ്ദേശപ്രകാരമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ റൂട്ടിലാണ്, ലൈനിലാണ്. അപ്പൊ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും ജമാഅത്തെ ഇസ്ലാമിയുടെ അനുയായിയെ പോലെ പെരുമാറുന്നു. അതിലെന്താ തെറ്റ്? അതിലെന്താ തർക്കം? ഇനി അത്തരം വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാളിയായി മാത്രം ഇരിക്കുക, മുസ്ലിം ലീഗിന്റെ സ്ഥാനങ്ങൾ ഉപേക്ഷിക്കുക, അത്രയേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വിമർശനം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അത് കേൾക്കാൻ കരുത്തുള്ളവരും കെൽപ്പുള്ളവരും മാത്രം ഈ പണിക്ക് നിന്നാ മതി എന്നുള്ളതാ പറയുന്നത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.